കല്യാശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ വെള്ളിയാഴ്ച പട്ടുവം, മാടായി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. പട്ടുവം, മംഗലശ്ശേരി, മുറിയാത്തോട്, പറപ്പൂൽ മേഖലകളിൽ പര്യടനത്തിന് ശേഷം മാടായി പഞ്ചായത്തിലും പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥിയെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥന നടത്തുകയാണ്. രാജീവ് കല്യാശ്ശേരി, KT മുരളി, KV ജഗദീശൻ, ഷാജി പട്ടുവം, TP ഗംഗാധരൻ, വിനു പട്ടുവം തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് ഘട്ടത്തിലാണ് എത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം ഏതാണ്ട് 10 പഞ്ചായത്തുകളിൽ ഇനി ഒരു പഞ്ചായത്ത് മാത്രമേ ബാക്കിയുള്ളൂ. കല്യാശ്ശേരി പഞ്ചായത്തിലെ ആദ്യഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് അതിന്റെ പ്രചരണത്തിലേക്ക് കടക്കുക. അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു CPM-ന്റെ കോട്ട കുത്തളങ്ങളായ പഞ്ചായത്തുകൾ അതിന്റെ നെടുന്തൂണുകൾ എനിക്ക് തോന്നുന്നു അടർന്നു വീഴും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രചരണത്തിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കാൻ പറ്റും. ഇതില് കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലുടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് കേരളത്തിലും നടപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ബോധ്യത ഇവിടുത്തെ കേരളത്തിലെ ജനതക്കും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലെ ജനതക്കും വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള പ്രചരണം റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ എങ്ങനെയാണ്? രണ്ടാം ഘട്ട പ്രചരണം 30-ാം തീയതിയോടെ ആരംഭിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായി റോഡ് ഷോ, മറ്റു കാര്യങ്ങൾ, കുടുംബയോഗങ്ങൾ, എല്ലാ കാര്യങ്ങളിലും കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഏറെ മുന്നിലാണ്. അപ്പോൾ പ്രചരണം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ നടന്നു വരുന്നത്? തികഞ്ഞ ആത്മവിശ്വാസം മാത്രമല്ല, CPM-ന്റെ കോട്ടയായ കല്യാശ്ശേരി ഇളക്കി അത് വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞാനും പാർട്ടിയും. UDF ക്യാമ്പുകളും ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്രചരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം ബാക്കി പ്രതിപക്ഷ 2 സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP-യുടെ പ്രചരണം എത്രത്തോളം വിജയമാണ്? ഞങ്ങളാകെ പറയുന്ന കാര്യം, വികസനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നാളേക്ക് ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും വേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം LDF-ഉം UDF-ഉം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ ഇവിടെ ഭരിച്ചു വരുന്ന മുന്നണികളാണ്. അപ്പൊ ആ മുന്നണികൾക്കെതിരെയുള്ള ജനരോഷങ്ങൾക്കപ്പുറം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൽക്കാലിക ജയത്തിനു വേണ്ടി തീവ്രവാദി പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ 2 മുന്നണികളും നടത്തിയ. അപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി, അഖണ്ഡതയ്ക്കു വേണ്ടി, വികസിത കേരളം, സുരക്ഷിത കേരളം, സംരക്ഷണ കേരളം എന്ന മുദ്രാവാക്യവുമായി പാർട്ടി